നമ്മൾ ദൈവവചന പഠനത്തെ കുറിച്ച് ഉള്ള പ്രാധാന്യം നമ്മൾ ഒന്ന് ഊന്നി പറയേണ്ടതായിട്ട് നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത്, ആ പറയുന്ന കാര്യം അങ്ങനെ തന്നെ മനസ്സിലാക്കണം, അതനുസരിക്കണം എന്ന ഒരു നിർബന്ധം നമുക്കുണ്ടായി. അവിടെ എന്നാൽ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് നഷ്ടം. അത് സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും വന്നു ചേർന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമെന്ന് വിചാരിക്കുന്ന ചില ആശയങ്ങളും ചില കാര്യങ്ങളും ഒക്കെ നമ്മളുടെ മനസ്സിൽ വരും. പിന്നെ ആശയങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് ധൈര്യമുണ്ടാകും. ബൈബിളിൽ അങ്ങനെ തന്നെയാണോ പറയുന്നത് എന്നൊന്നും ചോദിക്കാനുള്ള ഒരു ധൈര്യം പിന്നീട് നമുക്ക് ലഭിക്കില്ല. അതൊരു അപകടകരമായ കാര്യം. എല്ലാ അവസരങ്ങളിലും ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ തന്നെയാണ് നമ്മളുടെ അടിസ്ഥാനം. അവിടെ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുവാൻ, അതനുസരിച്ച് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ക്രമപ്പെടുത്തുവാൻ എനിക്ക് മനസ്സാണ് എന്ന ആ ഒരു തീരുമാനം നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് കുറെ ഏറെ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ ഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് ബൈബിൾ പഠനവും ബൈബിളിലെ ആശയങ്ങൾ തന്നെയാണോ നാം പറയുന്നത് എന്ന പരിശോധനയും നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. ദൈവമക്കൾ ആ നിലയിലുള്ള ധൈര്യം കാണിച്ചത് കൊണ്ടാണ് അനേക സത്യങ്ങൾ, ബൈബിളിലെ സത്യങ്ങൾ അത് നിലനിൽക്കുവാൻ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ പ്രബലമായി തീരുവാൻ സംഗതി വന്നത്. അതുകൊണ്ട് മാർട്ടിൻ ലൂതറിനെ കുറിച്ച് തന്നെ പറയാം. അദ്ദേഹമാണല്ലോ നമ്മളുടെ നവീകരണത്തിന് ദൈവം ഉപയോഗിച്ച ഏറ്റവും പ്രസിദ്ധനായ ആളാണല്ലോ മാർട്ടിൻ ലൂതർ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ചില പുസ്തകങ്ങളൊക്കെ എഴുതി അദ്ദേഹം പ്രസിദ്ധനായി തീർന്നു. റോമൻ കത്തോലിക്ക മതത്തിന് അദ്ദേഹം ഒരു വെല്ലുവിളിയായി എന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യാനായിട്ട് ഒരു വലിയ സമ്മേളനം കൂടി. അവിടെ രാജാക്കന്മാര് ഉണ്ട്, പോപ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് താഴെയുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അവർക്ക് മാർട്ടിൻ ലൂതറെ കൊല ചെയ്യാനുള്ള, വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള അധികാരം. വധശിക്ഷ ഭീഷണിയുടെ മുൻപില് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക വഴി താൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കുന്നതാണ് എന്ന് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണ്. വളരെ പ്രാർത്ഥനാപൂർവ്വം ധൈര്യത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെ എന്റെ ബുദ്ധിക്ക് നിരക്കുന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ അല്ലെ മനസ്സിലാക്കിയ കാര്യം അങ്ങനെയല്ല എന്ന് എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെ ബൈബിളിൽ നിന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ രക്ഷിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം എന്നിട്ട് അതിനുവേണ്ടി മരിക്കാനായിട്ട് അങ്ങനെയാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന പ്രധാനമായ ക്രിസ്തീയ സന്ദേശം, അതിന്റെ ആ ഉപദേശം അത് പ്രബലമായി തീരുവാനുള്ള കാരണം ബൈബിളിൽ വെളിപ്പെടുത്തിയ ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി മരിക്കാനായിട്ട് മനസ്സ് വെച്ച ചില ദൈവഭക്തന്മാരാണ് അതിന് പിൻബലമായിട്ട്. അതുകൊണ്ട് നമുക്കിന്ന് അങ്ങനെയുള്ള വധഭീഷണിയൊന്നുമില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എങ്കിലും സാമൂഹ്യമായ സമ്മർദ്ദം, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ആളുകളുടെ സമ്മർദ്ദം, അതൊക്കെ ഒരുപക്ഷെ നമ്മെ എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും അത് ആ നിലയിൽ വിശ്വസിക്കുന്നതിനുമൊക്കെ തടസ്സമായിട്ട് വരാം. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ നിരന്തരമായി ദൈവത്തിന്റെ വചനം പരിശോധിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് എതിരെ ആളുകൾ ആശയം അല്ലെങ്കിൽ ആരോപണങ്ങൾ, എതിർവാദങ്ങൾ ഉന്നയിച്ചാൽ അതിനെ പരിശോധിക്കുവാൻ, അതിന് മറുപടി പറയുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പോസ്തലനായ പത്രോസ് പറയുന്ന കാര്യം നമുക്കറിയാമല്ലോ, നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന എല്ലാവരോടും ഭയഭക്തി പൂണ്ട് പ്രതിവാദം പറയാനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു.
അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൈവവചന പ്രകാരം തന്നെയാണ് എന്ന് തെളിയിക്കാൻ ആ നിലയിൽ അത് അതിനെക്കുറിച്ച് പഠിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നതാണ് ഞാൻ മുഖവുരിയായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ആഴ്ചയിൽ ഒരുമിച്ച് പഠിക്കുന്ന വിഷയം ആത്മവരങ്ങൾ എന്ന വിഷയമാണ്. അപ്പോൾ അതിൽ ഒരു മുഖവുരയായിട്ട് അതിലെ ചില പ്രധാന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിനുശേഷം ചില പ്രത്യേക വരങ്ങളെക്കുറിച്ച്, ആ വരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ആശയങ്ങളൊക്കെ രൂപീകരിച്ചതിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അതുകൊണ്ട് ഇത് ആവേശകരമായ ഒരു ക്ലാസ് ആയിരിക്കും. കാരണം എന്ന് ചോദിച്ചാൽ ഒരു ചൂടുമൊക്കെ വേണമല്ലോ. അല്ലാതെ ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ അതിന് അത്രത്തോളം ആവേശം ഉണ്ടാവില്ല. ഇത് ആവേശകരമായ ചില ദിവസങ്ങളായിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, നിങ്ങളുടെ ബുദ്ധിക്കും ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ നിങ്ങൾക്ക് ലഭിച്ച അറിവിനും ഒക്കെ അടിസ്ഥാനത്തില് അതിനെ വിലയിരുത്തണം എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ ആത്മവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിലെ പുതിയ നിയമത്തിലെ 4 പ്രധാന വേദഭാഗങ്ങൾ ആത്മവരങ്ങളെ കുറിച്ച് പറയുന്ന 4 വേദഭാഗങ്ങൾ ബൈബിളിൽ. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അത് നമുക്ക് ഓർമ്മയിൽ നിർത്താൻ എളുപ്പമായിട്ട് പറയാം. 2 12കളും 2 4കളുമാണ്. ഒന്നാമത്തെ വേദഭാഗം റോമാലേഖനം 12-ാമത്തെ അധ്യായമാണ്. രണ്ടാമത്തത് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായമാണ്. മൂന്നാമത്തത് എഫേസ്യർ 4-ാമത്തെ അധ്യായമാണ്. നാലാമത്തത് പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 4-ാമത്തെ അധ്യായമാണ്. അപ്പൊ അങ്ങനെ 4 വേദഭാഗങ്ങളാണ് ആത്മവരങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്ന വേദഭാഗം. അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങനെ വിശദമായി ചർച്ച ചെയ്യാനുള്ള സമയമില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് പ്രധാനമായും 2 വേദഭാഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട്. ഒന്ന് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം. അത് ആത്മവരങ്ങൾക്ക് ഒരു മുഖവുരയാണ്. ഒരുപക്ഷെ ആത്മവരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വിശദമായി സംസാരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായമാണ്. അതിന്റെ അധ്യായം മുഴുവൻ, അത് മാത്രമല്ല 12-ാമത്തെ അധ്യായം 13-ാമത്തെ അധ്യായം അതിന്റെ ഒരു ഇന്റർലൂഡാണ്. അതിനുശേഷം നമ്മൾ 14-ാമത്തെ അധ്യായം, അതെല്ലാം ആത്മവരങ്ങളെ കുറിച്ച് തന്നെ പറയുന്ന വേദഭാഗമാണ്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായം നമുക്ക് നിശ്ചയമായിട്ടും പരിഗണിക്കേണ്ട ഒരു വേദഭാഗമാണ്. അതിനുശേഷം നമ്മളുടെ മധ്യത്തില് ചില സംവാദങ്ങളൊക്കെ അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള എഫേസ്യർ 4:11 അത് നമുക്ക് ഒരുമിച്ച് അത് എങ്ങനെയാണ്, എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് പറയാനും ഞാൻ ശ്രമിക്കാം. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഇന്നത്തെ നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ അതിന്റെ ശ്രദ്ധ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം. അപ്പൊ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം 11-ാമത്തെ അധ്യായത്തിൽ ആരംഭിച്ച വിഷയങ്ങളുടെ തുടർച്ചയായിട്ടാണ് 12-ാമത്തെ അധ്യായം ആണ് പറയുന്നത്. 11-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം വരെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം, പൊതു ആരാധനകളിൽ ഉള്ള ക്രമക്കേടുകൾ അതെങ്ങനെയാണ് അത് ക്രമപ്പെടുത്തുക, അതിന് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 11-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം വരെ ഒരു പെരിക്കപ്പി എന്ന് ഇംഗ്ലീഷിൽ അവർ പറയും. എന്ന് പറഞ്ഞാൽ ഒരു ആശയം പറയുന്ന ഒരു യൂണിറ്റ് ആണ് എന്നത് ഗൗരവമായിട്ട് കൊരിന്ത്യ ലേഖനം പഠിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും അതിനോട് യോജിക്കും. 11-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ 14-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗം വരെ ഒരു യൂണിറ്റാണ്, ഒരു പെരിക്കപ്പി, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അത് പരസ്യ ആരാധനകളിൽ, പൊതു ആരാധന യോഗങ്ങളിൽ ഉള്ള ക്രമക്കേടുകൾ പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അധ്യായം ക്രമീകരിച്ചത്. 7-ാമത്തെ അധ്യായം മുതൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന ഈ ആളുകള് അവിടെ നിന്ന്
അദ്ദേഹം കൊരിന്ത്യയിലുള്ള ആളുകള് അപ്പസ്തലനായ പൗലോസിന് ഒരു കത്ത് കൊടുത്തു. അപ്പൊ അവിടെ ഉള്ള ചില പ്രശ്നങ്ങള്, ചില ചോദ്യങ്ങൾ അവർക്കുണ്ട്. ആ ചോദ്യത്തിന് മറുപടി ലഭിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശ്യം. അങ്ങനെയാണ് അവർ ആ കത്ത് എഴുതുന്നത്. എന്നാൽ ആ കത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. ആ കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയണമെങ്കിൽ ആ കത്തിനോടുള്ള പ്രതികരണമായിട്ട് അപ്പസ്തലനായ പൗലോസ് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ ഉള്ളടക്കം ഇന്നതായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. എന്നാൽ അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് എന്നത് നമുക്ക് വ്യക്തമായി പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ചോദ്യങ്ങളെ അവതരിപ്പിക്കുന്നതെല്ലാം ഒരു പ്രത്യേക ഒരു പ്രസ്താവനയോടുകൂടെയാണ് അദ്ദേഹം അതിന് മറുപടി പറയുന്നത്. പെരിഡേ എന്ന് പറയുന്ന ഒരു പ്രസ്താവന, നിങ്ങൾ ചോദിച്ചതിന് എന്നാണ് അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞ് അത് മറുപടിയായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതിന് 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതും പെരീഡേ എന്ന് പറയുന്ന ഒരു പ്രസ്താവനയോടുകൂടെയാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ ചോദിച്ചതിന്. അപ്പോൾ 12-ാമത്തെ അധ്യായത്തിൽ ആത്മവരങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം, ുള്ളതായിരിക്കുന്ന ആളുകള് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അവർ ചോദിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. 12, 13, 13, 14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇതായിരിക്കാം എന്ന ഒരു ചിന്ത, അങ്ങനെ ഒരു ആശയം നമുക്ക് രൂപീകരിക്കാമെങ്കിൽ അവരെന്ത് ചോദിച്ചതാണ്, അവരുടെ ചോദ്യം എന്തായാലും നമുക്കറിയില്ല. എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആത്മവരങ്ങളെ കുറിച്ചുള്ള പ്രശ്നം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയത്. ആത്മവരങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന പ്രശ്നം അപ്പസ്തലനായ പൗലോസിന്റെ കാലം മുതൽ, കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന ആളുകൾ മുതൽ ഈ വിഷയത്തെ സംബന്ധിച്ച സംശയങ്ങളും അതിലെ പ്രശ്നങ്ങളും. അതിനെക്കുറിച്ച് ഗോർഡൻ ഫീ എന്ന് പറയുന്ന പ്രസിദ്ധനായിരിക്കുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കമന്റേറ്റർ അതിനെക്കുറിച്ച് പറഞ്ഞത്, ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്ന നിലയില് മനുഷ്യരുടെ അനുഭവങ്ങൾക്ക് വലിയ പ്രാധാന്യം എല്ലാ കാലങ്ങളിലും വച്ചു. ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ശ്രദ്ധയും ആ അനുഭവമുള്ള ആളിന് ഒരു പ്രത്യേക പ്രാധാന്യവും ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് വരുത്താനായിട്ടുള്ള ശ്രമം ആളുകള് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പരിശ്രമം പൊതുവെ ഉണ്ട്. അത് ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമല്ല, മറ്റ് മതവിഭാഗങ്ങളിലും ദൈവീക സ്വാധീനത്തിലാണ് കാര്യങ്ങൾ അവർ പറയുന്നത്, ചെയ്യുന്നത് എന്ന് വരുത്തിയാൽ ആ വ്യക്തികൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യം ലഭിക്കും. അപ്പൊ ആ നിലയിലുള്ള ഒരു ടെൻഡൻസി, ആ നിലയിലുള്ള ഒരു രീതി, ഒരു സാധ്യത കൊരിന്ത്യയിൽ ഉണ്ടായിരുന്നു. കൊരിന്ത്യയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആള് ഭയങ്കര എക്സൈറ്റഡ്. അവര് ചില വരങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെയുള്ള ആളുകൾ ആത്മീകന്മാരാണ് എന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന ഒരു സാധ്യത ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മീകന്മാരായിരിക്കുന്ന ആളുകൾ ഇങ്ങനെയാണ്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സമൂഹത്തിലും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മാവിന്റെ പ്രവർത്തനം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, അതിന് തെളിവ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആ നിലയിൽ ആത്മീകന്മാരായിട്ട് അഭിനയിക്കുന്ന, ആത്മീകന്മാരായിട്ട് അങ്ങനെ അവരെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു രീതി അക്കാലത്തും ഇക്കാലത്തും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രസ്താവനയിലേക്ക് നമുക്ക് വരാം. 1 കൊരിന്ത്യർ അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ അദ്ദേഹം പറയുന്ന പ്രസ്താവന ഞാൻ നിങ്ങളെ ഒന്ന് വായിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. നിങ്ങളും ആ ഭാഗത്തേക്ക് നിങ്ങൾ ബൈബിൾ ഒന്ന് എടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ എന്നാൽ ഈ ഇതില് നൗ കൺസേണിങ് എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് ഒരു പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതൊരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ചോദ്യത്തിനുള്ള മറുപടിയാണ് എന്നുള്ള സൂചന മലയാള പരിഭാഷയിൽ ഇല്ല. എന്നാൽ ഇംഗ്ലീഷ് പറയുമ്പോൾ നൗ കൺസേണിങ് സ്പിരിച്വൽ മീൻസ്, നിങ്ങൾ ചോദിച്ച ആത്മവരങ്ങളെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് ഉള്ള മറുപടി എന്ന നിലയിലാണ് അദ്ദേഹം 12-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അവിടെ ഈ ആത്മവരങ്ങൾ എന്നതിന് 2 വാക്കുകള് യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഒരു വാക്ക് നമുക്ക് വളരെ പ്രസിദ്ധമാണ്. അത് കരിസ്മാറ്റ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. കരിസ്മാറ്റ എന്നുള്ള വാക്ക് നമുക്ക് പരിചിതമായിരിക്കുന്ന വാക്കാണ്. എന്നാൽ ഇവിടെ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ അദ്ദേഹം പറയുന്ന വാക്ക് കരിസ്മാറ്റ എന്നുള്ളതായിരിക്കുന്ന വാക്ക് അല്ല. അദ്ദേഹം അതിന് ഉപയോഗിക്കുന്ന വാക്ക്
12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ന്യൂമാറ്റിക്കോൺ എന്ന് പറയുന്നതായിരിക്കുന്ന ന്യൂമാറ്റിക്കോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്ക്. അവിടെ ന്യൂമാറ്റിക്കോസ് എന്ന് പറയുന്ന വാക്ക് രണ്ട് നിലയിൽ അതിനെ മനസ്സിലാക്കാം. ആത്മീയൻ എന്ന അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആത്മാവ് നൽകുന്നത് എന്നുള്ള നിലയിലും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് രണ്ട് നിലയിൽ മനസ്സിലാക്കിയാലും രണ്ട് സാധ്യതകളും അതിനുണ്ട്. അപ്പൊ ആത്മീയന്മാരാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, ആത്മീയന്മാരാ എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തോട് ബന്ധപ്പെടുത്തി ആത്മവരങ്ങളെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആത്മീയന്മാരും ആത്മവരങ്ങളും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എന്താണ് എന്നതിനെ കുറിച്ചാണ് ആദ്യമേ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ആത്മവരങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്താവനയിൽ നിന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അത് ആത്മവരങ്ങളുടെ ഒരു മുഖവരിയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോഴേ അദ്ദേഹം പറയുന്ന പ്രസ്താവന, അത് ആദ്യത്തെ പാരഗ്രാഫ്, അതായത് 12-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫ് മനസ്സിലാക്കാനായിട്ട് വലിയ പ്രയാസമുള്ള ഒരു പാരഗ്രാഫാണ്. അതിന് കുറച്ച് ഗ്രമാറ്റിക് അല്ലെങ്കിൽ അതിന് വ്യാഖ്യാനങ്ങൾക്ക് പല സാധ്യതകൾ ആ വിഷയത്തിലുണ്ട്. എങ്കിലും അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യമാണ് ഞാൻ ആദ്യമേ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മവരങ്ങൾ എന്നത് അറിവിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ആവശ്യമായ കാര്യം. സാധാരണ സമൂഹങ്ങളില് അല്ലെങ്കിൽ ആത്മവരങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന സമൂഹങ്ങളില് ആത്മവരങ്ങളെ കുറിച്ചുള്ള പഠനമില്ല. ആത്മവരങ്ങളുടെ അനുഭവമാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട്. എൻ്റെ അനുഭവം ഇതാണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കണം. ഞാൻ കഴിഞ്ഞൊരു ദിവസം അങ്ങനെ ഒരു സ്നേഹിതനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഞാൻ അതിനെ അങ്ങനെ എതിർത്തില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ സ്വാധീനിച്ചത് യഥാർത്ഥത്തിൽ മറ്റു ചില മനുഷ്യരുടെ അനുഭവങ്ങളാണ്. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അതിനോട് പ്രതിപത്തി തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അനുഭവങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അനുഭവങ്ങളല്ല ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനം. അനുഭവങ്ങളല്ല. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള പഠനം തന്നെ, ആ ഉപദേശത്തെക്കുറിച്ചുള്ള അറിവ് എന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയ. ആത്മവരങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കും. ആത്മവരങ്ങളെ കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി ആത്മവരങ്ങളെ ആ നിലയിൽ ഗ്രഹിക്കുകയും പിന്നെ ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അനുസരിച്ച് അത് അനുഭവമാക്കുകയും ചെയ്യുക എന്നതാണ്. പലപ്പോഴും ഈ ആത്മവരങ്ങളെ ഊന്നി പറയുന്ന ആളുകൾ തലതിരിഞ്ഞ ആദ്യമേ അനുഭവം, പിന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിനെ ന്യായീകരിക്കാനായിട്ട്, സാധൂകരിക്കാനായിട്ടുള്ള ഉപദേശം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങൾ ആദ്യമേ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് അനുഭവമാണ്. അങ്ങനെയാണ് ദൈവവചനത്തിന്റെ ക്രമീകരണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ ഈ പ്രസ്താവന പറയട്ടെ. ഒന്നാമത് പറയുന്നത്, ദൈവവചനത്തില് ഉള്ള എല്ലാ കാര്യങ്ങളും ഉപദേശം മനസ്സിലാക്കി അത് അനുസരിച്ച് അനുഭവമാക്കുക എന്നതാണ്. അല്ലാതെ അനുഭവത്തെ എങ്ങനെയെങ്കിലും ഒക്കെ വിശദീകരിച്ച് ഉപദേശമാക്കുക എന്നതാണ്. ആത്മവരങ്ങളെ കുറിച്ചുള്ള ഉപദേശം, ആത്മവരങ്ങളെ കുറിച്ചുള്ള അറിവ്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എന്താണോ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉപദേശം രൂപീകരിക്കുകയും ആ ഉപദേശം അനുസരിക്കുകയും അത് അനുഭവമാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഭൂമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കും. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ ആദ്യമേ പറയുന്ന കാര്യം, ആദ്യത്തെ പ്രസ്താവനയുടെ ഒരു വിശദീകരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജാതികളായിരുന്ന സമയത്ത്, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഭൂമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ ജാതീയ വിശ്വാസത്തിന്റെ, ജാതീയ രീതികളുടെ പ്രത്യേകത എന്നത് അവര് ജാതീയ വിശ്വാസം ആദ്യമേ രൂപീകരിക്കുകയും പിന്നീട് അതിനുശേഷം ആ വിശ്വാസത്തിന് അനുസൃതമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല. വിശ്വാസം അതിന്റെ
ഉള്ളടക്കം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതൊന്നും ജാതികൾക്ക് പ്രശ്നമല്ല. അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടണം, അതുപോലെ തന്നെ ചില അനുഗ്രഹങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നല്ലാതെ അതിന്റെ പിൻപിൽ യാഥാർത്ഥ്യമുണ്ടോ, അത് സത്യമാണോ എന്നുള്ളതായിരിക്കുന്ന വിഷയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. ശബരിമലയിലെ മകരവിളക്ക് എന്നത് അത്ഭുതകരമായ ഒരു അയ്യപ്പ സ്വാമിയുടെ പ്രവർത്തനമാണ് എന്നാണ് ഏറിയ കാലം മനുഷ്യർ വിശ്വസിച്ചിരുന്നത്. അപ്പം പൊന്നമ്പലമേട്ടില് മകര ദിവസത്തില് ഇങ്ങനെ വെളിച്ചമുണ്ടാകും, അത് അത്ഭുതകരമായ ദൈവിക പ്രവൃത്തിയാണ്, ഇത് വളരെ അത്ഭുതകരമായ ഒരു ക്രമീകരണമാണെന്നുള്ള തെളിവാണ് എന്നൊക്കെ അവർ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുന്നമേ യഥാർത്ഥത്തിൽ ആ വെളിച്ചം എന്നത് കേരള ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഉണ്ടാക്കുന്ന വെളിച്ചമാണ്, അല്ലാതെ ദൈവം അത്ഭുതകരമായി ചെയ്യുന്ന കാര്യമൊന്നുമല്ല എന്ന് കോടതി തന്നെ അതിനെക്കുറിച്ച്. എന്നാൽ അയ്യപ്പ ഭക്തന്മാർക്ക് അത് യാതൊരു നിലയിലുള്ള വ്യത്യാസം വരുത്തിയില്ല. അപ്പോൾ ഈ വെളിച്ചം അയ്യപ്പൻ തന്നെ അത്ഭുതകരമായി ഉണ്ടാക്കുന്നതാണെങ്കിലും കൊള്ളാം, അത് ഇലക്ട്രിസിറ്റി ബോർഡുകാർ വരുത്തുന്ന വെളിച്ചമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവർക്ക് യുക്തിയും ബുദ്ധിയും ഒന്നും അതിനകത്ത് പ്രശ്നമല്ല. ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചില വിശ്വാസങ്ങളുമാണ് അതിനെ പ്രധാനപ്പെട്ടത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസം അങ്ങനെ സാധിക്കില്ല കേട്ടോ. നമ്മുടെ അവകാശവാദങ്ങളുടെ പിൻപിൽ യാഥാർത്ഥ്യമില്ലെങ്കിൽ ആ അവകാശവാദങ്ങൾക്ക് യാതൊരു വിലയും. നമ്മുടെ അവകാശവാദങ്ങൾക്ക് പിൻപിൽ യാഥാർത്ഥ്യമില്ലെങ്കിൽ ആ അവകാശവാദങ്ങൾക്ക് യാതൊരു വിലയില്ല. അതിനെ ഉപേക്ഷിക്കുവാനുള്ളതായ ധൈര്യം, അത് വിട്ടുകളയാനുള്ള ആ ധൈര്യം ക്രിസ്തീയ വിശ്വാസത്തിൽ ഉണ്ടാകണം. ഞാൻ പറയുന്ന കാര്യം തെറ്റാണ് എങ്കിൽ എനിക്കുള്ള ഏക വഴി എന്ന് പറയുന്നത് തെറ്റ് സംബന്ധിച്ച് ആ ആശയത്തെ ഉപേക്ഷിച്ച് ദൈവവചന പ്രകാരമുള്ള ആശയം സ്വീകരിക്കുക എന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇരിക്കൂ. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നടന്നൊരു കാലം ഉണ്ടായി. അത് നിങ്ങൾ ജാതികളായിരുന്ന കാലമാണ്. അന്ന് നിങ്ങളെ നടത്തിയ വഴി എന്നൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങ് പോവുക. ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രസ്താവന, നിങ്ങളെ നടത്തിയതുപോലെ നടന്നു. അങ്ങനെ ഒരു രീതിയാണ്, അല്ലാതെ ബുദ്ധിക്കും ചിന്തയ്ക്കും ആശയങ്ങൾക്കും ഒന്നും ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്നാൽ ആ കാലം കഴിഞ്ഞു. നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ബുദ്ധിപരമായ രീതിയിൽ ദൈവത്തിന്റെ വെളിപ്പാടിൽ നിന്ന് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടത് എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ആദ്യമായിട്ട് നമ്മളോട് പറയുന്നത്. രണ്ടാമത്തെ അദ്ദേഹം പറയുന്ന കാര്യം, ഒന്നാമത്തെ ഇതിന്റെ വിശദീകരണമായിട്ടാണ് രണ്ടാമത്തെ പറയുന്ന കാര്യം, എങ്ങനെയാണ് ഈ ആത്മവരങ്ങൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ അനുഭവങ്ങളും ആത്മീയമല്ല കേട്ടോ. ആത്മീയമെന്ന് നാം അവകാശപ്പെടുന്ന എല്ലാ അനുഭവങ്ങളും ആത്മീയമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നതാണ് എന്ന് എങ്ങനെയാണ് തെളിയിക്കാനായിട്ട് സാധിക്കുന്നത്? എത്രയോ അവകാശവാദങ്ങളാണ് അനേക സമൂഹങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ പരിശുദ്ധാത്മാവാ ചെയ്യുന്നത്, ദൈവമാ ചെയ്യുന്നത് എന്നൊക്കെ അവർ പറയും. എന്നാൽ അതിനുള്ളതായ തെളിവെന്താ? അതിനുള്ള തെളിവായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, യേശു ക്രിസ്തുവിനെ പരസ്യപ്പെടുത്തുന്ന, യേശു ക്രിസ്തുവിന് മഹത്വം വരുത്തുന്ന ക്രമീകരണമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്രമീകരണം. ആ നിലയിലാണ് നമ്മൾ ആത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്ന, യേശു ക്രിസ്തുവിന് പ്രാധാന്യമില്ലാത്ത എല്ലാ പരിപാടിയും ദൈവ നിഷേധത്തിന്റെ പരിപാടിയാണ്, ദൈവത്തിന്റെ പരിപാടിയല്ല, അത് പരിശുദ്ധാത്മാവിന്റെ പരിപാടിയല്ല. ചില പ്രസ്ഥാനങ്ങള് അവര് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം നൽകി, എന്ത് പറഞ്ഞാലും പരിശുദ്ധാത്മാവ്, അല്ലാതെ മറ്റ് യേശു ക്രിസ്തുവും സുവിശേഷവും ഒരു പ്രശ്നമല്ല, എല്ലാം പരിശുദ്ധാത്മാവ്. അത് പരിശുദ്ധാത്മാവിന്റെ പരിപാടിയല്ല കേട്ടോ. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ പിതാവിനോട് ഞാൻ എന്നെ പോലെയുള്ള മറ്റൊരു കാര്യസ്ഥനെ അതിന് ചോദിക്കും, അങ്ങനെ പിതാവ് അങ്ങനെ ഒരു കാര്യസ്ഥനെ അയക്കും, അവൻ വന്നാൽ അവൻ എന്നെക്കുറിച്ച് സാക്ഷി പറയും. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ധർമ്മം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലെ ജോലി എന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം പറയും. എന്നിട്ട് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, അവൻ സാക്ഷ്യം പറയും, നിങ്ങളും ആ സാക്ഷ്യം ഏറ്റുപറയണം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ സാക്ഷ്യം പറയണം. യേശു ക്രിസ്തുവിനെ ഉയർത്തുക, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. സുവിശേഷവും കർത്താവായ യേശു ക്രിസ്തുവിനെയും പിന്തുടരുന്ന എല്ലാ പരിപാടിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ളതല്ല. യേശു ക്രിസ്തുവിനെ ഉയർത്തുക,
യേശു ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുക, സുവിശേഷത്തെ വെളിപ്പെടുത്തുക. അങ്ങനെ ഒരു ക്രമീകരണം സംഭവിക്കുന്നില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ പരിപാടിയല്ല. അത് ജഡീകമാകാം, പൈശാചികമാകാം. അതിന് മറ്റ് കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കണം. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അപ്പോഴ് ആത്മപരമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശുക്രിസ്തുവിനെയും സുവിശേഷത്തെയും വെളിപ്പെടുത്തുന്നു എന്ന കാര്യം. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ സുവിശേഷത്തിനും കർത്താവായ യേശുക്രിസ്തുവിനുമുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെയാണ് വെളിപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അതാണ് ഞാൻ രണ്ടാമത് പറയുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെട്ട ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആശയങ്ങളെ രൂപീകരിക്കാൻ. അല്ലാതെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഉപദേശം സ്ഥാപിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, ഒരു അനുഭവം ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രവർത്തനം എന്ന് ഒരു വ്യക്തി അവകാശപ്പെടുമ്പോൾ അത് ആത്മാവിന്റെ തന്നെ പ്രവർത്തനമാണ് എന്നതിന്റെ തെളിവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുക്രിസ്തുവിനെയും സുവിശേഷത്തെയും അത് വെളിപ്പെടുത്തി തരുന്നു. യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കും പറയാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം കർത്താവായ യേശുക്രിസ്തു കർത്താവാണ്, രക്ഷിതാവാണ്, യേശുക്രിസ്തു രക്ഷകനാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നതും സ്വീകരിക്കുന്നതും ആണ് എന്നതാണ് രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ്. മൂന്നാമത്, ആത്മപ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസം. ആത്മാവെന്ന് രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പറയുന്നത്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം. 12-ാമത്തെ അധ്യായത്തിൽ മാത്രമല്ല, കൊരിന്ത്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള ഐക്യതയാണ്. ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, അതുപോലെ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ വഴക്കാം. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു മാത്രമേ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിട്ടുള്ളൂ, നമുക്കൊരു സുവിശേഷമേ ഉള്ളൂ, നമുക്ക് ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവജനത്തിന്റെ മധ്യത്തിൽ പക്ഷം പിടിച്ചുള്ള പരിപാടികളൊന്നും സാധിക്കില്ല. അല്ലെങ്കിൽ ദൈവസഭയില് ഐക്യത എന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യം. വ്യത്യസ്തമായിരിക്കുന്ന ആത്മവരങ്ങളുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഞാനതിനെ അല്പം വിശദീകരിച്ച് പറയുമ്പോൾ ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന ആത്മവരങ്ങൾ ദൈവജനത്തിന്റെ മധ്യത്തില് ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ പാടില്ല. അതിന് കാരണം, ഈ വരങ്ങളെല്ലാം നൽകുന്നത് ത്രിയേക ദൈവമാണ്. അതിന്റെ എല്ലാം മുഖാന്തരം എന്നത് ത്രിയേക ദൈവമാണ്. ത്രിയേക ദൈവത്തിന്റെ ഐക്യതയിലാണ് വ്യത്യസ്തമായ വരങ്ങളുടെ പ്രവർത്തനം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യമാണ്. ആത്മവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ, വരങ്ങളുടെ ലഭ്യതയെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പ്രധാനമായും ആത്മവരങ്ങളെ നൽകുന്നത്. അതുകൊണ്ടാണ് ആത്മാവിന്റെ വരങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ആത്മവരങ്ങൾ യഥാർത്ഥ പരിശുദ്ധാത്മാവിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട കാര്യമല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ടാണ് ആത്മവരങ്ങൾ ലഭിക്കുന്നതെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവും പിതാവായ ദൈവവും ഇതിന്റെ വിതരണത്തിൽ, ഈ വരങ്ങൾ നൽകുന്നതില് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ വാക്യത്തിൽ നമുക്ക് കാണാം. ആത്മാവൊരുവൻ, കർത്താവൊരുവൻ, എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ എന്ന രീതിയിലാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അല്ലെങ്കിൽ പറയാം, ആത്മവരങ്ങള് ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനം. എല്ലാവർക്കും ആത്മവരങ്ങൾ നൽകിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. വരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനിയും പറയാം. ആത്മവരങ്ങള് ത്രിയേക ദൈവമാണ് നൽകിയിരിക്കുന്നത് എന്നതുകൊണ്ട് വരങ്ങൾ വ്യത്യാസമാണ് എങ്കിലും അത് സഭയിൽ ഭിന്നത വരുത്താൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഭിന്നത വരുത്തുന്ന ക്രമീകരണമല്ല എന്നതാണ് മൂന്നാമത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പം വരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം തന്നെ അതിന്റെ ആദ്യ ഭാഗം ഞാനൊന്ന് പറയാം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവവും ആത്മവരങ്ങളുണ്ട് എന്നാണ് ദൈവത്തിന് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം കാത്തിരുന്നല്ല കേട്ടോ നമ്മൾ ആത്മവരം പ്രാപിക്കുന്നു. അത് വളരെ അപകടകരമായ ഒരു ഉപദേശം. കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് ദൈവം
പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെയും നൽകിയിരിക്കുന്നു എന്നാണ് ദൈവത്തിന് വചനമായിരിക്കുന്ന ബൈബിൾ നമ്മളോട് പറയുന്നത്. അതിനുശേഷമല്ല. അപ്പൊ അത് ഒരു നിലയിൽ തെളിയിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു കാര്യം. കാരണം നമ്മൾ സഭയെക്കുറിച്ച് പറയുന്നത് കർത്താവിന്റെ ശരീരം. നമ്മള് ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ. നമുക്ക് ചോദിക്കാമല്ലോ, ഒരു ശരീരത്തിന് അവയവം കിട്ടുന്ന എപ്പോഴാണ്? അവയവം കിട്ടുന്നത് പറയുന്നത്, അങ്ങനെ ജനിച്ചു, ജനിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഓരോരോ ഘട്ടങ്ങൾ വരുമ്പോൾ ഓരോരോ അവയവങ്ങൾ വരും. അങ്ങനെയല്ല കേട്ടോ. അതായത് ജനിക്കുമ്പോൾ പറഞ്ഞാൽ കാലിന്റെ ആവശ്യമില്ലല്ലോ, നടക്കുന്നില്ല, കൈ വേണം. അതായത് ശരി. അപ്പൊ ഒരു വയസ്സൊക്കെ ആകുമ്പോഴല്ലേ നടക്കാൻ തുടങ്ങും. ശരി, ഒരു വയസ്സ് വരെ കാലില്ല. ഒരു വയസ്സായപ്പോൾ കാല് പ്രത്യക്ഷപ്പെടും. അങ്ങനെയല്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ജീവിക്കുവാൻ ആവശ്യമായ, അവന്റെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ അവയവങ്ങളും അതിൽ ക്രമപ്പെടുത്തിയാണ് ശിശു ജനിക്കുന്നത്. അല്ലാതെ അവയവങ്ങൾ പിന്നീട് വരികയില്ല. ദൈവസഭയിലേക്ക് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ചേരുമ്പോഴാണ് അദ്ദേഹം അവയവമായി തീരുന്നത്. അത് രക്ഷിക്കപ്പെട്ടതിന്റെ ഭാഗമായി, വീണ്ടും ജനിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന കാര്യമാണ്. വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായ വരങ്ങളെയും കർത്താവ് നമുക്ക് തരുന്നു. പിന്നീട് വരങ്ങളെ ആഗ്രഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചോദ്യമുണ്ട് കേട്ടോ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് പുതിയ വരങ്ങൾ കിട്ടാനായിട്ട് ആഗ്രഹിക്കാൻ സാധിക്കുമോ? അപ്പൊ അതിനെ ആഗ്രഹിക്കാൻ സാധിക്കുമോ എന്നുള്ളതിന്റെ ഒരു സൂചന, അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ട് പറയുന്നത് ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ എന്ന് പറയുന്ന ഒരു വാക്കാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ആഗ്രഹിക്കണം, വാഞ്ചിക്കുക എന്ന രീതിയിൽ പരിഭാഷപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചിലപ്പോൾ വരം കിട്ടുമായിരിക്കും എന്നുള്ള, അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയും. എന്നാൽ പ്രധാനമായും പറയാൻ സാധിക്കുന്നത്, ആത്മവരങ്ങൾ ലഭിക്കുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോഴാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സഭയുടെ ഭാഗമായി തീരുമ്പോൾ, ഒരു അവയവമായി തീരുമ്പോൾ, ആ അവയവത്തിന്റെ ധർമ്മം നിർവഹിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള കഴിവ്, അതാണ് വരം എന്ന് പറയുന്നത്. ഒരു കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായ ഒരു അവയവമായി നമ്മൾ തീരുമ്പോൾ ആ അവയവത്തിന് എന്താണോ ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനുള്ള പ്രാപ്തി, അതിനുള്ള കഴിവ്, അതാണ് ആത്മവരങ്ങൾ എന്നത്. ആത്മവരങ്ങള് എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ, അതായത് ആത്മവരങ്ങൾ എന്ന് പറയുന്നത്, ആത്മവരങ്ങൾ കരിസ്മാറ്റ, അതാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. കൃപാവരങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. കാരിസ് എന്ന് പറഞ്ഞാൽ കൃപ, കാരിസ്മാറ്റ എന്ന് പറഞ്ഞാൽ കൃപയുടെ ഫലമായിട്ട് ലഭിക്കുന്ന കാര്യം, അതാണ് കൃപാവരം അല്ലെങ്കിൽ ആത്മവരം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മവരം എന്നത് കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം ദാനമായി കൊടുക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആത്മവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ആത്മീകത നിർണ്ണയിക്കാൻ പറ്റില്ല. ആത്മവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരു വ്യക്തിയുടെ ആത്മീക നില നിർണ്ണയിക്കുന്നത്. പിന്നെയോ ഈ ആത്മവരങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനം. അപ്പോൾ ഒരു ശിശു എത്രത്തോളം ശക്തനായി വളരുന്നു എന്നുള്ളത് ആ ശിശുവിന് ലഭിച്ച സാധ്യതകൾ, ലഭിച്ച അവയവങ്ങള്, ലഭിച്ച ബുദ്ധി, ലഭിച്ച സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ഏത് നിലയിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള നിലയിലാണ് ആ ശിശുവിന്റെ ആരോഗ്യവും വളർച്ചയും ഒക്കെ ഇരിക്കും. അതുപോലെ നമുക്ക് ലഭിച്ച വരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ആത്മീകന്മാരായി എന്ന് പറയാൻ സാധിക്കില്ല. ആ വരങ്ങളെ ദൈവഹിതപ്രകാരം നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയന്മാരായി തീരുന്നത്. അപ്പൊ ആ ഉപയോഗം ശരിയായ രീതിയിൽ വേണമെങ്കിൽ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിന്റെ വരങ്ങളെ പ്രയോജനപ്പെടുത്താൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ നല്ലൊരു പ്രസ്താവന എന്നത്, ആത്മാവിന്റെ വരമല്ല ഒരു വ്യക്തിയുടെ ആത്മീക നില അളക്കുന്നത്, പിന്നെയോ ആത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ വരങ്ങളല്ല ഒരു വ്യക്തിയുടെ ആത്മീക നില നിർണ്ണയിക്കുന്നത്, ആത്മാവിന്റെ ഫലമാണ്. ഫലങ്ങൾ എന്ന ബഹുവചനമല്ല, ഫലം എന്ന ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറപ്പെടുവിച്ച് അത് നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി തീരുമ്പോഴാണ്
യഥാർത്ഥമായിരിക്കുന്ന ആത്മീകന്മാരായിട്ട് നമ്മൾ തീരുന്നത്. അപ്പൊ ആത്മവരങ്ങൾ എന്നത് ഈ കഴിവുകളൊക്കെ പ്രയോഗത്തിൽ വരുത്തുന്നതിനുള്ള മുഖാന്തരങ്ങളാണ് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിനെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അത് ആത്മീകനായി തീരുന്നത്. എന്നാൽ പല സമൂഹങ്ങളിലും ആളുകൾ ആത്മീയന്മാരാണ് എന്ന് തെളിയിക്കുന്നത് അവരുടെ ആത്മവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ അന്യഭാഷ പറയുന്നയാളാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ആത്മീയനാണ്. അപ്പസ്തലനായ പൗലോസ് സമ്മതിച്ചില്ലല്ലോ. അപ്പസ്തലനായ പൗലോസ് സമ്മതിക്കും, ഞാൻ നന്നായി പ്രസംഗിക്കുന്നയാളാണ്, അപ്പൊ അതുകൊണ്ട് എന്താ ഞാൻ ആത്മീയനാണ്? നന്നായി പ്രസംഗിക്കുന്നതിനനുസരിച്ച് ജീവിക്കുന്ന, അതിനനുസരിച്ച് ജീവിതം രൂപപ്പെട്ട ഒരാളാണ് ആത്മീയൻ. അല്ലാതെ ആത്മവരങ്ങൾ കൊണ്ട് തന്നെ, ആത്മവരങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആത്മീയന്മാരായി തീരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ആത്മവരങ്ങളുണ്ട്. എല്ലാവർക്കും ആത്മവരങ്ങളുണ്ട് എന്നുള്ളതിന്റെ ആദ്യ ഭാഗമായി ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ആത്മവരങ്ങളുണ്ട് എന്നതുകൊണ്ട് ആത്മവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ആത്മീയതയെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കില്ല എന്നതാണ് ഞാൻ അതിനോട് ചേർത്ത് ആദ്യമേ പറഞ്ഞത്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, ആത്മവരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നും കൂടെ അല്ലെങ്കിൽ പറയാം, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെയുള്ള വരങ്ങൾ വേണം എന്ന് നിർബന്ധം പിടിക്കാൻ ഒക്കത്തില്ല. കാരണം ഒരു ശരീരത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് തുറന്ന പ്രസന്ന പൗലോസ് പറയുമ്പോൾ പറയും, ശരീരം കണ്ണ് മാത്രമാണ് എങ്കിൽ ആ ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. മൂക്ക് മാത്രമാണ് എങ്കിൽ അതിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. വ്യത്യസ്തമായിരിക്കുന്ന അവയവങ്ങൾ അതിന് നൽകിയ ജോലി നിർവഹിക്കുമ്പോഴാണ് ഒരു ശരീരം പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വരം എല്ലാവർക്കും വേണം. ആ വരം ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്ന ആശയം അപ്പസ്തലികമായ ആശയമല്ല, അപ്പസ്തലനായ പൗലോസിന്റെ ആശയം. ചില സമൂഹങ്ങളിലുള്ളതായിരിക്കുന്ന ആളുകൾ പറയും, അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ പറ്റൂല, അന്യഭാഷ പറഞ്ഞേ പറ്റത്തുള്ളൂ. പൗലോസ് സമ്മതിക്കുകയില്ല. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തും അപ്പസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുവോ? ഇല്ല എന്നാണ് അതിന്റെ മറുപടി. എല്ലാവരും അപ്പോസ്തലന്മാരോ? അല്ല എന്നാണ് അതിന്റെ മറുപടി. എല്ലാവരും പ്രവാചകന്മാരോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് അതിന്റെ മറുപടി. എല്ലാ വരങ്ങളും ഒരു വ്യക്തിക്ക് കൊടുക്കാൻ ദൈവം തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും വരം എല്ലാവർക്കും കൊടുക്കാനും ദൈവം അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. വരങ്ങളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇന്ന വരം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, അത് കിട്ടിയേ ഒക്കത്തുള്ളൂ എന്ന് പറയാനായിട്ട് അപ്പസ്തലനായ പൗലോസ് സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് ലഭിച്ച വരം എന്താണ് എന്ന് തിരിച്ചറിയുക. അനശ്വരായ സഹോദരനും ആദ്യമേ പറഞ്ഞല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ലഭിച്ചതായ വരങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വരങ്ങളെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം. അപ്പൊ എല്ലാവർക്കും വരങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരുടെയും വരം ഒന്നു തന്നെയല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞു. എന്നിട്ട് മൂന്നാമത് അതിനോട് ചേർത്ത് പറയാനുള്ള കാര്യം, അതായത് ഈ വരങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സേവനമാണ്. അത് പറയുന്നത് ഞാനൊന്നും കൂടെ അടിവരയിട്ട് നിങ്ങളോട് പറയാം. അപ്പസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വീരപ്രവർത്തകർ അത് പറഞ്ഞ് അത് എനിക്കൊന്ന് പറയേണ്ട കാര്യമാണ്, എങ്കിലും ഞാൻ ഇത് ഒന്ന് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവാകുന്നു. ഇത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകുന്നു. ആത്മവരങ്ങളെ ദൈവം നൽകുന്നത് വ്യക്തിപരമായ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയല്ല. അപ്പം ആത്മവരങ്ങളെ കൊണ്ട് വ്യക്തിപരമായ ആത്മീയ വർധന ഉണ്ടാകും എന്നത് അതിൻ്റെ ഒരു സൈഡ് പ്രയോജനമാണ്, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ആത്മവരങ്ങളുടെ ലക്ഷ്യം വ്യക്തിപരമായിരിക്കുന്ന ആത്മീയ വർധനയല്ല. ആത്മവരങ്ങളുടെ ലക്ഷ്യം പൊതുപ്രയോജനമാണ്, ശുശ്രൂഷയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ പ്രധാനമായും ആ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ദൈവം തന്ന കഴിവുകൾ, അല്ലെങ്കിൽ പറയാം ദൈവം തന്ന വരങ്ങൾ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള മുഖാന്തരം. ദൈവം നമുക്ക് തന്ന കഴിവുകൾ ശുശ്രൂഷയ്ക്കായി, പൊതുപ്രയോജന, ദൈവസഭയുടെ ആത്മീക വർധനയ്ക്കായി, ദൈവസഭയുടെ പ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ക്രമീകരണമാണ് ആത്മവരങ്ങൾ. പല ആളുകളും അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആത്മവരത്തെ കുറിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല്,
ആത്മവരങ്ങൾ കിട്ടിയാൽ നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് വ്യക്തിപരമായ രീതിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അന്യഭാഷയിൽ ഒന്ന് സംസാരിച്ച് എന്തോ ഒരു ആത്മീക വർധനയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് പറയും. അന്യഭാഷ സംസാരിക്കുക എന്ന് പറയുന്ന ആത്മീയ വർധനയ്ക്കുള്ള, അതുകൊണ്ട് എന്തെങ്കിലും ആത്മീയ വർധന ഉണ്ടായ വിരോധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ലക്ഷ്യം അതല്ല. ആത്മവരങ്ങളുടെ ലക്ഷ്യം വ്യക്തിപരമായിരിക്കുന്ന ഈ ആത്മീയ സന്തോഷം, ആത്മീകമായ അനുഗ്രഹം എന്നതിനേക്കാളും ഒക്കെ ഉപരി അത് പൊതുപ്രയോജനത്തിനായിട്ട് ദൈവം നൽകുന്ന കാര്യം, ശുശ്രൂഷകൾക്കായിട്ട് ദൈവം നൽകുന്ന കാര്യമാണ്. അപ്പൊ അതിനോട് ചേർത്ത് ഞാൻ ഈ പൗലോസ് പറയുന്ന കാര്യം ഞാൻ പറയാം. ആത്മവരങ്ങളുടെ എല്ലാ ലക്ഷ്യം എന്ന് പറയുന്നത് ശുശ്രൂഷ. ദൈവവചനത്തില് നമ്മളെ ദൈവം കഴിവുകളും പ്രാപ്തിയും വരങ്ങളും ഒക്കെ ഏൽപ്പിക്കുന്നത് അത് ശുശ്രൂഷകൾക്കായിട്ടാണ്. അല്ലാതെ അവകാശങ്ങളും അധികാരങ്ങളും നമ്മുടെ പ്രാധാന്യവും അത് തെളിയിക്കാനുള്ള കാര്യമല്ല. നമ്മൾ പാപികളായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും, ഞാൻ വിചാരിക്കുകയായിരുന്നു അത്ഭുതകരമായ രീതിയിൽ രോഗശാന്തി വരത്തെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. എന്നാൽ ഉദാഹരണമായിട്ട് ഞാൻ പറയുക, രോഗശാന്തി വരം എനിക്ക് കിട്ടുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഉണ്ട്, ഞാനത് ദൈവസന്നിധിയിൽ മനസ്സിലാക്കി അത് ഞാൻ ദൈവഹിത പ്രകാരം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ ഞാൻ വിചാരിക്കുകയായിരുന്നു അതുകൊണ്ട് ലഭിക്കുന്ന പ്രസിദ്ധി കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഞാൻ ഒരാളുടെ മേൽ കൈവച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രോഗശാന്തി വരും. രോഗശാന്തി വന്നു കഴിയുമ്പോൾ ബാബു ജോർജ് സഹോദരനാര്, എൻ്റെ പൊന്നെ, അദ്ദേഹം കൈ അങ്ങോട്ട് വെക്കുന്ന ഉടനെ രോഗശാന്തി. എനിക്കത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്. എനിക്കില്ലെന്നാ ഞാൻ. അപ്പൊ അതുകൊണ്ട് രോഗശാന്തിക്കുള്ള അത്ഭുത രോഗശാന്തിയുടെ വരം എനിക്കില്ലാത്തതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. സാധു സുന്ദർ സിംഗ് പറഞ്ഞു, സാധു സുന്ദർ സിംഗിന്റെ ജീവചരിത്രം ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. അദ്ദേഹം ആദ്യകാലങ്ങളിൽ അങ്ങനെ ചിലർക്ക് രോഗശാന്തി വരുത്താനുള്ള ഒരു അങ്ങനെ പ്രാർത്ഥിച്ചപ്പെട്ട രോഗശാന്തി വരുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അത്. അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അല്ലെങ്കിൽ അദ്ദേഹം അടുത്തതായിട്ട് പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ആ പരിപാടി ഉപയോഗിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചില്ല. കാരണം അതുകൊണ്ട് വരുന്ന പ്രസിദ്ധിയും അതുകൊണ്ട് വരുന്ന ആ ഒരു പ്രാധാന്യവും കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം അത് ഉപയോഗിച്ചില്ല എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ആത്മവരങ്ങൾ ആത്മീയതയുടെ ലക്ഷണമല്ല, അതിന്റെ തെളിവല്ല. ആത്മവരങ്ങളുടെ ഉപയോഗം വ്യക്തിപരമായിരിക്കുന്ന പ്രാധാന്യവും അധികാരവും അവകാശവും ഒക്കെ സ്ഥാപിക്കുന്നതല്ല. അത് ദൈവമക്കളെ ശുശ്രൂഷിക്കുവാനും ദൈവസഭയുടെ ആത്മീക വർധന വരുത്തുവാനുമുള്ള മുഖാന്തരങ്ങളാണ്. അപ്പൊ ആ നിലയിൽ വേണം ആത്മവരങ്ങൾ ഉപയോഗിക്കാൻ. എനിക്ക് കുറച്ച് പ്രസംഗിക്കാൻ കഴിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃപ ലഭിച്ച ആളാണ്. അപ്പൊ ഞാൻ എന്നോട് പറയേണ്ട കാര്യം, ഞാൻ വലിയ പ്രസംഗകനാണെന്നുള്ളത് തെളിയിച്ച് ഞാൻ വലിയ ആളാകാനായിട്ടല്ല പ്രസംഗിക്കാനുള്ള ആ വരം എനിക്ക് കർത്താവ്. അത് ദൈവവചനത്തെ വളരെ താഴ്മയോടുകൂടെ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്ത് ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷ വിശ്വസ്തയോട് നിവർത്തിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. അല്ല അതിന് മേൽ പ്രാധാന്യം പിടിച്ചെടുക്കുക എന്നതാണ്. അത് എല്ലാ വരങ്ങളെ കുറിച്ചും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. അത് പൊതുപ്രയോജനത്തിനായിട്ടാണ് ദൈവം ആത്മവരങ്ങളെ നമുക്ക് തരുന്നത്. അതിനോട് ചേർത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രസ്താവനയോട് പറഞ്ഞ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, ആത്മവരങ്ങൾ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് പിടിച്ചെടുക്കുകയല്ല, ആത്മവരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തീരുമാനം അനുസരിച്ച് വിതരണം ചെയ്യുകയാണ്. അത് ഞാൻ ആ വാക്യം വായിച്ചു, മറ്റേ കാര്യം പറയാൻ വന്നപ്പോഴാണ് അത് വായിച്ചു എന്നുള്ളത് ശരിയാണ്. പറയുക ഇതാണത്, എന്നാൽ എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ആത്മവരങ്ങൾ എൻ്റെ ആഗ്രഹം അനുസരിച്ച് എനിക്ക് കിട്ടുന്നതല്ല. ആഗ്രഹത്തിൽ പങ്കൊന്നുമില്ല എന്ന് ഞാൻ പറയുകയില്ല. എന്നാൽ പ്രധാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൻ്റെ തീരുമാനത്തില് വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ അങ്ങനെ വരങ്ങൾ വ്യത്യസ്ത ആളുകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ വരങ്ങൾ ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് വരമാണോ തന്നത് അത് വിലയേറിയ വരമാണ്. അത് നമ്മൾ ദൈവഹിത പ്രകാരം ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് വലിയ കാര്യമാണ്. അല്ലാതെ ചില വരങ്ങൾ കിട്ടിയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ചോദിച്ചാൽ ആ വരം തരണ്ടെന്ന് കർത്താവ് തീരുമാനിച്ചതല്ലേ, അതുകൊണ്ടല്ലേ കിട്ടാഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയ വരങ്ങൾ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീരുമാനം അനുസരിച്ച് കർത്താവിന്റെ ആ ഒരു പരിപാടിയിൽ നമുക്ക് തന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്ന വരങ്ങളെ തിരിച്ചറിയുകയും ആ വരങ്ങളെ പ്രയോജനകരമായി ഉപയോഗിക്കുകയുമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അല്ലാതെ ഇന്ന വരം എനിക്ക് കിട്ടണം, ആ വരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം, ആ വരം കിട്ടിയില്ലെങ്കിൽ പറ്റുകയില്ല എന്ന് പറയാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ അപ്പസ്തലനായ പൗലോസിന്റെ പ്രസ്താവനയിൽ കാണുന്നില്ല. വരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീരുമാനം അനുസരിച്ച് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ പകുത്തു കൊടുക്കും. ചില വരങ്ങളെ കുറിച്ച് ആഗ്രഹിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിന് ഒരു പങ്ക് ചിലപ്പോൾ ആ പരിപാടിയിൽ ഉണ്ടായിരിക്കാം. എന്നാൽ പ്രധാനമായും പറയുമ്പോൾ വരങ്ങൾ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് കിട്ടുന്നതല്ല. വരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീരുമാനിച്ചത് കൊണ്ട് നമുക്ക് തരുന്നതാണ് എന്ന കാര്യം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമല്ല, ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കണം. അതിനുശേഷം നമ്മളത് അനുഭവമാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതാണ് വരങ്ങൾ ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവ്. വരങ്ങളുടെ ഉപയോഗത്തിലും നമ്മളുടെ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവിനും സുവിശേഷത്തിനും പ്രസിദ്ധി വരുത്തുക എന്നുള്ളത്. വരങ്ങൾ വ്യത്യാസമുണ്ട്. വ്യത്യസ്തമായിരിക്കുന്ന വരങ്ങളാണ് ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതെങ്കിലും അത് ഏക ദൈവത്തിൽ നിന്ന് വരുന്ന വരങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ ശരീരത്തിന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന പോലെ പ്രവർത്തിച്ച് സഭയുടെ ഐക്യതയ്ക്ക് മുഖാന്തരമായി തീരണം എന്ന കാര്യമാണ് മൂന്നാമത്തെ പ്രശ്നമായിട്ട്. അതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞത്, വരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒരു വരം എല്ലാവർക്കും വേണമെന്ന് നിർബന്ധം പിടിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ വരങ്ങൾ കൃപാവരങ്ങളായതുകൊണ്ട് വരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ആത്മീയത നിർണ്ണയിക്കുന്നത്. അത് വരങ്ങളുടെ ഉപയോഗത്തിൽ നിന്നാണ് എങ്ങനെ അത് ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനോട് ചേർത്ത് പറയാൻ കഴിയുന്ന വേറൊരു കാര്യം, ആത്മവരങ്ങളുടെ ലക്ഷ്യം വ്യക്തിപരമായ ആത്മീയ വർധനയല്ല, പിന്നെയോ അത് പൊതുപ്രയോജനത്തിനാണ്, ദൈവമക്കൾക്ക് ഉപയോഗത്തിനായി, ദൈവസഭയുടെ ഉപയോഗത്തിനായിട്ടാണ് വരങ്ങൾ നൽകിയിരിക്കുന്നത്. അല്ലാതെ അത് വ്യക്തിപരമായ ആത്മീയ വർധനയ്ക്കും അതുപോലെ തന്നെ പ്രാധാന്യവും അവരുടെ ആത്മീയത തെളിയിക്കാനുമുള്ള ഒരു മുഖാന്തരമായിട്ടല്ല കർത്താവ്. അവസാനമായി ഞാൻ പറഞ്ഞത്, ആത്മവരങ്ങളെ ദൈവം നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തില് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീരുമാനം അനുസരിച്ചാണ്, അല്ലാതെ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ആഴ്ച നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു അതിന്റെ അവസാന ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പിന്നീട് നമ്മുടെ എഫേസ്യ ലേഖനത്തിലേക്ക്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചതിൽ വളരെ നന്ദി. കർത്താവിന് നാമം